ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്ലാക്സ് സീഡിനെ പറ്റിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്ലാക്സ് സീഡ്, ചണവിത്ത് എന്ന് പറയും. അപ്പോൾ ഇതിന് ധാരാളമായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ പലർക്കും ഇതിനൊരു സംശയം കാണും, ഇത് എത്ര കഴിക്കണം, അല്ലെങ്കിൽ ഇത് എല്ലാവരും കഴിക്കാമോ, ആരൊക്കെ കഴിച്ചുകൂടാ, എപ്പോഴൊക്കെ ഇത് കഴിക്കണം എന്നൊക്കെയുള്ള പല രീതിയിലുള്ള സംശയങ്ങളും പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ഫ്ലാക്സ് സീഡിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഫ്ലാക്സ് സീഡിന്. ഇത് വളരെ ലോ കോസ്റ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ ഹൈ കണ്ടൻ്റാണ് കലോറിയൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു സാധനം ഹെൽത്ത് ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ചിലരിത് ആരോഗ്യം വരാൻ വേണ്ടി കഴിക്കും, ചിലർ അസുഖങ്ങൾ മാറാൻ വേണ്ടി കഴിക്കും. ആക്ച്വലി ഇത് കഴിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരാതിരിക്കാനുള്ള ഹെൽത്ത് ബെനിഫിറ്റിന് വേണ്ടിയാണ് നമ്മൾ ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത്. ഫ്ലാക്സ് സീഡിൽ ധാരാളമായിട്ടുള്ള ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സ് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാർട്ടിനൊക്കെ വളരെ നല്ലതാണ്. ഹാർട്ട് അറ്റാക്കൊക്കെ വരാതിരിക്കാനും ഹാർട്ടിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനുമൊക്കെ ഫ്ലാക്സ് സീഡ് വളരെ നല്ലതാണ്. പിന്നെ നമുക്കിപ്പോൾ പൊതുവേ നോക്കുകയാണെങ്കിൽ പ്രഗ്നൻറ്റ് ലേഡീസിന് കുട്ടിയുടെ ബുദ്ധി വികാസത്തിന് omega-3 ഫാറ്റി ആസിഡ്സ് ആവശ്യമാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു ചെറിയ അളവിൽ ഈ ഒരു ഫ്ലാക്സ് സീഡ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി മീൻ കഴിക്കാത്ത ആൾക്കാരുണ്ട്, ചിലർക്ക് ഇതുപോലെ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ മീൻ കഴിക്കാത്തവർക്ക് ഇതുപോലെ omega-3 ഫാറ്റി ആസിഡ്സ് കിട്ടുന്നത് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ചെറിയ അളവിൽ ഫ്ലാക്സ് സീഡ് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. വളരെ ചെറിയ അളവിൽ മതി, അത് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഫൈബർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ കൂടി നമുക്ക് ശരീരത്തിൽ കിട്ടും. അതുപോലെ ഡയബറ്റീസ്, ഷുഗർ വരാതിരിക്കാനും നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. വയറ് കുറയാൻ ഹെൽപ്പ് ചെയ്യും. അമിതവണ്ണം ഉള്ളവർക്ക് വണ്ണം കുറയാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ദഹനത്തിനെയൊക്കെ നന്നായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനം തന്നെയാണ് ഫ്ലാക്സ് സീഡ്. ഇനി ഫ്ലാക്സ് സീഡ് എങ്ങനെ കഴിക്കാം? ഇത് നമുക്ക് വേവിച്ചോ പൊടിച്ചോ വെള്ളത്തിൽ തിളപ്പിച്ചോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 100 ഗ്രാം ഫ്ലാക്സ് സീഡ് എടുക്കുകയാണെങ്കിൽ അതിൽ 534 കലോറിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തിന് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നല്ല രീതിയിലുള്ള കാലറി കണ്ടൻറ്റ് ഉള്ള ഒരു സാധനമാണ് ഇത് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഫ്ലാക്സ് സീഡിൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള അമിനോ ആസിഡ്സ് നന്നായിട്ട് കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ വിറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, നല്ല രീതിയിലുള്ള സിങ്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് റിഡക്ഷൻ നന്നായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെറിയ അളവിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വെയിറ്റ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് നല്ല വിശപ്പ് ഉണ്ടാകത്തില്ല, ഇത് വയറ് നിറഞ്ഞ് കിടന്നോളും. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടൻറ്റ് അകത്തുള്ളത് കൊണ്ട് കൂടുതൽ വിശക്കത്തില്ല. അപ്പോൾ ആ ഒരു വിശപ്പില്ലായ്മ കാരണം നമ്മൾ ഫുഡ് അധികം എടുക്കാത്തത് കൊണ്ട് വെയിറ്റ് റിഡക്ഷൻ നന്നായിട്ടുണ്ടാവും. പിന്നെ ഇത് ദഹനത്തിനെ നന്നായിട്ട് സഹായിക്കും. നല്ല രീതിയിൽ കറക്റ്റ് അളവിന് എടുക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. ഇനി അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ വെയിറ്റ് കൂടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ബ്ലഡിലുണ്ടാകുന്ന കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ല രീതിയിൽ ഇത് സഹായിക്കും. അതായത് നമുക്ക് ഈ ഒരു കൊളസ്ട്രോളിൻ്റെ കണ്ടൻറ്റ് കൂടാതെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വെയിറ്റ് റിഡക്ഷന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ദഹനം കറക്റ്റായിട്ട് നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ കൊളസ്ട്രോൾ നന്നായിട്ട് കുറയും. അപ്പോൾ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയൊക്കെ കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇതിൽ. അപ്പോൾ നമുക്കിത് സ്ഥിരമായിട്ട് ചെറിയ അളവാണ് ഞാൻ പറയുന്നത്, ചെറിയ അളവ് മാത്രം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കൊളസ്ട്രോളൊക്കെ നല്ല രീതിയിൽ കുറയും. ഇനി നല്ല കൊളസ്ട്രോൾ കുറച്ച് നന്നായിട്ട് ഉണ്ടാവാനും സഹായിക്കും. 4 ഗ്രാമോളം നല്ല രീതിയിലുള്ള കൊളസ്ട്രോൾ ഉണ്ടാവാൻ 1 ടീസ്പൂണ് യൂസ് ചെയ്താലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൊളസ്ട്രോളിനെ നന്നായിട്ട് ഇത് കൺട്രോൾ ചെയ്യും. ഇനി നമ്മുടെ ഡയബറ്റീസിനെ നന്നായിട്ട് ഇത് കൺട്രോൾ ചെയ്യും. ഈ ഒരു നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുന്നേ എപ്പോഴും കുറച്ച് ഫ്ലാക്സ് സീഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഈ ഒരു വിശപ്പ് കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആഹാരം കുറച്ചേ കഴിക്കത്തുള്ളൂ. അപ്പം ഇതുപോലെ ഡയബറ്റീസ് പോലത്തെ പ്രശ്നങ്ങൾ, ഷുഗർ കണ്ടൻറ്റൊക്കെ കുറച്ചേ അപ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഡയബറ്റീസ് കൺട്രോൾ ആവാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്യാൻസർ പോലത്തെ ഉള്ള പ്രശ്നങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് സീഡിന് നമ്മൾ ചെറിയ അളവിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ അളവിൽ യൂസ് ചെയ്യുമ്പോൾ മെനോപോസിൻ്റെയൊക്കെ സമയത്തുള്ള ഈ ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാവും ലേഡീസിന്. അപ്പോൾ മുഖത്ത് ചെറിയ ചൂട് പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ടീസ്പൂണൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നത് ഈ ഹോട്ട് ഫ്ലാഷസ് ഒക്കെ മാറാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് കഴിക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളം കൂടെ കുടിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് പെട്ടെന്ന് ഉള്ളിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിനോടൊപ്പം കുറച്ച് വെള്ളവും കൂടെ അധികമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ആ ഒട്ടിപ്പിടിക്കുന്ന ഒരു കണ്ടീഷനൊക്കെ മാറിയിട്ട് പതുക്കെ ഉള്ളിൽ കറക്റ്റായിട്ട് അങ്ങ് പോയിക്കോളും. അപ്പോൾ വെള്ളം കുടിക്കാതെ എടുത്ത് പെട്ടെന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അവിടെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇത് വളരെ നല്ലതാണ് സ്കിന്നിൻ്റെ ഹെൽത്തിന്. അപ്പോൾ ഇതുപോലെ സ്കിന്നിന് വേണ്ടി ഇതുപോലെ ഫ്ലാക്സ് സീഡ് ഓയിലൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സ്കിന്നിനെ നന്നായിട്ട് ഇത് ബ്രൈറ്റൻ ചെയ്യാനും അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഹെൽത്തിനൊക്കെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി 2 ടൈപ്പ് ഫ്ലാക്സ് സീഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഗ്രൗണ്ട് ഫ്ലാക്സ് സീഡും കിട്ടും, അതുപോലെ തന്നെ ഹോൾ ഫ്ലാക്സ് സീഡും കിട്ടും. ഇതിൽ പൊതുവേ നമ്മൾ ഹോൾ ഫ്ലാക്സ് സീഡാണ് യൂസ് ചെയ്യുന്നത്. അത് ദഹിക്കാൻ എളുപ്പമാണ്, അതുപോലെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്, ഈ നമ്മുടെ ദഹനത്തിന് വളരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ് കൂടുതലായിട്ടുള്ളതും ഈ ഹോൾ ഫ്ലാക്സ് സീഡിലാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സാധനം കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മൾ ഈ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലാണ് എപ്പോഴും ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഒരു അസുഖം വന്ന് അത് കുറയാൻ വേണ്ടിയിട്ടല്ല. എപ്പോഴും കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ അസുഖം വരുന്നതിന് മുന്നേ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിൽ സൂക്ഷിക്കുക. 2015 ഒരു പഠനം കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BP നമുക്കിപ്പോൾ സിസ്റ്റോളിക് BP ഒരു 5 മുതൽ 10 വരെ ഒന്ന് കുറയാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിലത് ഇത് പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ BP നമുക്ക് കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതാരൊക്കെ കഴിച്ചൂടാ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ലോ BP ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് പൊതുവേ ലോ പ്രഷറുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വയറിളക്കം അങ്ങനത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വയറിന് ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പൊതുവേ ക്ഷീണം ഉള്ള ഒരാളാണെങ്കിൽ, അങ്ങനെയൊക്കെ ഉള്ളൊരു കണ്ടീഷനിൽ നമ്മൾ ഇത് നോക്കണം. അതായത് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം, അല്ലെങ്കിൽ പൊതുവേ സ്ഥിരമായിട്ട് മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ കൊടുക്കാം, കുട്ടിയുടെ ബുദ്ധി വികാസത്തിന് നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ ചില മരുന്നുമായിട്ട് ഇത് ചേരത്തില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറോട് പ്രഗ്നൻറ്റ് സമയത്ത് നമ്മൾ ചോദിക്കണം, നമുക്ക് ഫ്ലാക്സ് സീഡ് കഴിക്കാമോ എന്ന് ചോദിച്ചിട്ട് വേണം. കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് കഴിച്ച് പോകാവുന്നതാണ്, ചെറിയ അളവിൽ നല്ലതാണത്. പിന്നെ ഡോക്ടർ ഏത് മരുന്നാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും ഇത് യൂസ് ചെയ്യാമോ ഇല്ലയോ എന്നുള്ള തീരുമാനം നമുക്ക് എടുക്കേണ്ടത്. അപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ എന്തായാലും ഡോക്ടറോട് ചോദിക്കുക. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള അലർജി ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ ഇത് ഒഴിവാക്കണം. പിന്നെ ഇത് ഞാൻ പറഞ്ഞു, ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ലോ കോസ്റ്റ് ആണ്, എല്ലാം ശരി തന്നെ. ഇനി നിങ്ങളിത് വാങ്ങിച്ചതിന് ശേഷം കറക്റ്റായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടാവും, പൂപ്പൽ പോലെയുള്ള അവസ്ഥകളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പൂപ്പലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നോക്കി വേണം യൂസ് ചെയ്യാൻ. അത് പൂപ്പലുണ്ടെങ്കിൽ ഒഴിവാക്കുക. പിന്നെ നമുക്ക് ഈ വയറിൽ ഇത് ചെന്നിട്ട് പൂപ്പലുണ്ടെങ്കിൽ അതെന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇതുപോലെ ഫുഡ് പോയ്സൺ പോലെയൊക്കെ ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഇത് കറക്റ്റായിട്ടാണോ നിങ്ങൾ അടച്ച് വെച്ച് സൂക്ഷിക്കുന്നതെന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇത് നമുക്ക് സലാഡിൻ്റെ രൂപത്തിലോ സലാഡിൻ്റെ കൂടെ യൂസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇത് സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിൽ കൂടെ ഉൾപ്പെടുത്തി കഴിക്കാനോ ഒക്കെ ശ്രമിക്കാം. ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കുമ്പോൾ ചിലപ്പോൾ തൊണ്ടയിൽ കുടുങ്ങാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടെ കുടിക്കണം, ത്രോട്ടിൽ അത് കുടുങ്ങി പോവാതെ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. ഇത് ഓവറായിട്ട് കഴിക്കാനുള്ള ഒരു സാധനമല്ല. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ചെറിയ അളവിൽ മാത്രമേ ഫ്ലാക്സ് സീഡ് ഡെയിലി യൂസിന് പാടുള്ളൂ. അപ്പോൾ ഇത് സൈഡ് എഫക്റ്റ്, കൂടുതലായിട്ട് യൂസ് ചെയ്ത സൈഡ് എഫക്റ്റ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളൊരു കാര്യമായതുകൊണ്ട് നിങ്ങളിത് ശ്രദ്ധിച്ച് തന്നെ കഴിക്കണം. നന്നായിട്ട് ഇത് മനസ്സിൽ സൂക്ഷിക്കുകയും വേണം. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരുന്നത് വരെ നമസ്കാരം.